Hello guys, hi, this is Saradi. Anjana. Welcome to our channel. So in today's vlog, we are trying 12 different types of cup noodles. Okay guys, നമ്മൾ എത്ര ബ്യൂട്ടിഫുള്ളി നമ്മൾ കപ്പ് പിരമിഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനൊരു വലിയ തംസ് അപ്പ് തന്നെ വേണം. ആൻഡ് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ തന്നെ കുറേ ടൈപ്സ് ഓഫ് അല്ലേ ഒരുപാട് ടൈപ്സ് ഓഫ് നല്ല പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള നൂഡിൽസിലുണ്ട്. ഇതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് പോലും ഇല്ല. ഫസ്റ്റ് ടൈമിലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, അത് മാത്രമല്ല ഈ ഫ്ലേവേഴ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കപ്പ് ന്യൂഡിൽസേ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ട്രൂ ഫാക്ട് എന്ന് പറയുന്നത്. സോ വി ആർ റിയലി എക്സൈറ്റഡ് ടു ഡു ദിസ് വീഡിയോ. ആൻഡ് സോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എസ്പെഷ്യലി ഇന്ത്യൻ ബ്രാൻഡഡ് ഇന്ത്യൻ ബ്രാൻഡഡ് മാത്രം കപ്പ് നൂഡിൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്, കപ്പ് നൂഡിൽസ് ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ടെന്ന്. സോ വിത്തൗട്ട് ഡിലേയിങ് ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. അതിന് മുന്നേ ഇഫ് യു ആർ വാച്ചിങ് അവർ വീഡിയോ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് നിങ്ങളെ വാല്യുബിൾ കമൻറ്റ്സ് അണ്ടർ ദ വീഡിയോ പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ഫസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യാം നമ്മുടെ സ്വന്തം മാഗി. സോ ഗായ്സ്, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ കളറാണ്, വിച്ച് ഇസ് ഇതിനെ പറയുന്നത് മസാല കപ്പേ ന്യൂഡിൽസ് വിത്ത് സ്ലർപ്പൈ സോസി ടേസ്റ്റി എന്നാണ് പറയുന്നത്. എൻ്റെ മാഗി എന്ന് പറയുന്നത് ചില്ലി ചൗ കപ്പ നൂഡിൽസ്. അതിന്റെ സോസ് എന്ന് പറഞ്ഞാൽ സ്ലർപ്പി സോസി ടേസ്റ്റ് വിത്ത് എക്സ്ട്രാ വെജീസ്. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ അവർ പറയണമെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുക, ഹോട്ട് വാട്ടർ ഒഴിക്കുക, ക്ലോസ് ചെയ്യുക ലിഡ്, എന്നിട്ട് 4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. സോ നമ്മൾ ആ കപ്പ് ന്യൂഡിൽ റെഡി ആവുമെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ഓപ്പൺ. വാവ് ഗൈസ്, ലുക്ക് അറ്റ് എൻ്റെ പൊന്നി, ഇതിൽ ഫോക്കുണ്ട്. കൊള്ളാല്ലേ, ഫോക്കുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, നല്ല. ഓ ഇവിടെ നോക്ക്, ഇതിൻ്റെ അകത്ത് മറ്റേ ഗ്രീൻ പീസ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഗ്രീൻ പീസ് ക്യാരറ്റ് ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് എ സ്മോൾ ഫോക്കുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ സീരിയസ് ആയിട്ടും. ഞാൻ വെറും കപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല മസാല ഫ്ലേവർ വരുന്നുണ്ട്, പക്ഷേ ഇതേ മണം കഴിക്കുമ്പോൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്കിതൊന്ന് ഹോട്ട് വാട്ടർ ഒഴിക്കാം. ഓക്കെ, ഇത്രയും മതിയാവും അല്ലേ? ഓക്കെ, മതിയാവും. ക്ലോസ് ഇറ്റ്. ഇനി ഒരു 4 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. റെഡി. സോ നെക്സ്റ്റ് മാളുവിൻ്റെത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. ഇതിലുണ്ട് ഫോക്ക്. ടിക് ശബ്ദം കേട്ടോ. നല്ല ടൊമാറ്റോ അല്ലേ? എനിക്ക് ഒന്നാമത്തെ ടൊമാറ്റോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. നല്ല ടൊമാറ്റോ ഫ്ലേവറിൽ കുർക്കുറേയുടെ മണം, ലൈക്ക് കുർക്കുറേയുടെ മണം അല്ലേ? ടൊമാറ്റോയുടെ കുർക്കുറേ ഫ്ലേവർ. യെസ്, ആ സെയിം ഒരു മണം അടിക്കുന്നുണ്ട്. ഭയങ്കര കട്ടി. വേറൊന്നുമില്ലേ? വെജീസ് ഒന്നുമില്ലേ? എക്സ്ട്രാ വെജീസ് എന്ന് പറയുന്ന പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മാളുണ്ടിൽ എക്സ്ട്രാ വെജി എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണില്ല, പക്ഷേ എൻ്റെ എക്സ്ട്രാ വെജിന്ന് എഴുതാതെ എൻ്റെ കയ്യിലുണ്ട്. വാട്ട് എ കോയിൻസിഡൻറ്റ് ഗൈസ്. സോ ഇനി നമുക്ക് മാളുണ്ടിലും ഹോട്ട് വാട്ടർ ഒഴിക്കാം. മതിയാവും തോന്നുന്നു. എനിക്കും കൊതി വന്നിട്ടുണ്ട്, കാരണം നല്ല ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണും. സോ നമുക്ക് 4 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് പറയാം. അങ്ങനെ നമ്മൾ 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ശരിക്കും കുക്കായി കേട്ടോ. ബട്ട് ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിപ്പോയി. ഇതിൽ ലൈനൊന്നും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വെള്ളം കൂടിപ്പോയി. ബട്ട് കുഴപ്പമില്ല, സൂപ്പി നൂഡിൽസ് ആക്കി കുടിക്കാം. നമുക്കിനി നമുക്കില്ല ആദ്യം ഈ ഗ്രീൻ പീസ് ചൂട് നല്ലപോലെ ഉണ്ട് കേട്ടോ. കുക്കായോ നോക്കാം. ചില ഗ്രീൻ പീസ് കുക്കായി, ചില ഗ്രീൻ പീസ് കുക്കായില്ല. ഇനി അത് എൻ്റെ പ്രശ്നമാണെന്നാണ്. ബട്ട് എനിക്ക് ഒരെണ്ണം കിട്ടിയപ്പോൾ കുക്കായില്ല, മറ്റത് കിട്ടിയപ്പം ഇത് കുക്കായി. ഞാൻ നേരത്തെ ഇത് കുക്കായില്ല. ഇനി ഫുൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് മിക്സ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നല്ല എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒട്ടും ഉപ്പില്ല കേട്ടോ. ഉപ്പില്ലാതെ എന്തോ ഒരു കഴിക്കണ പോലെ തോന്നുന്നുണ്ട്. ഉപ്പൊട്ടുമില്ല. ബട്ട് എന്തോ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല. അറിയണോ?
നിങ്ങൾക്ക് ഇതേപോലെ ഇത് കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ മണത്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയില്ല. ഓക്കെ, ഇനി നമുക്ക് മാളുണ്ട് ട്രൈ ചെയ്യാം. ഇത് നല്ല സൂപ്പി നൂഡിൽസ് ആയിട്ടുണ്ട്. ഇങ്ങനെ മണം പോലെ ഒരിട്ടും ടേസ്റ്റ് ഇല്ല. സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, പച്ച നൂഡിൽസ് കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. ഇതേതാണ് നേരെ മിക്സ് ആകത്തോണ്ടാണെന്ന് പറഞ്ഞൂടാ. അല്ല നോക്കി, ഇത് എടുക്കുമ്പോൾ കണ്ടോ ആ ഒരു അല്ലേ, ആ തനി ഒരു എന്തോ നമ്മൾ സാധാ ഒരു വൈറ്റ് കളർ ന്യൂഡിൽസ് പോലെയാണ് അതിരിക്കണം അല്ലേ? എന്താ കുക്കായിട്ടുണ്ട്, ബട്ട് മണം പോലെ വന്നിട്ടില്ല അല്ലേ? സോ മാളു, നീ അടുത്ത് എന്താണ് എടുക്കാൻ വേണ്ടി പോണത്? അടുത്ത് ഇത് നല്ലപോലെ ആയിരിക്കും എന്ന് വിചാരിച്ച പനീർ ബട്ടർ മസാല. റോഗൻ ജോഷ് റിച്ച് മട്ടൻ കറി കപ്പ് ന്യൂഡിൽ. സോ മട്ടൻ കറിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ആവണ്ട, ബിക്കോസ് എൻ്റെ കഴിഞ്ഞ മാഗി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഗോഡ് ഇതെങ്കിലും കൊള്ളായിരുന്നാൽ മതിയായിരുന്നു. വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ്. മറ്റേ നിസിൻ എന്നാണ് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ കപ്പ് നൂഡിൽ. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. നല്ല മട്ടൺ. എനിക്ക് പൊടിയുണ്ട് ഇതിൽ, എവിടെയാണ് ലൈൻ? നമുക്ക് മുളകൊക്കെ ഉണ്ട് കേട്ടോ, മുളക് ഇത് പൊളിയായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ലൈൻ കണ്ടോ? ഈ ലൈൻ, ദിസ് ലൈൻ ആക്ച്വലി ഈ ന്യൂഡിൽസ് വാങ്ങുന്നവരാണെങ്കിൽ ആ ലൈൻ വരെ നമ്മൾ ഹോട്ട് വാട്ടർ ഫില്ല് ചെയ്യാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെയിം പ്രോസസ്. ഇതൊരു ക്ലോസ് തന്നെ. നേരത്തെ മാളും എക്സൈറ്റഡ്. പനീർ ബട്ടർ മസാല പോലെയാണോ എന്ന് നമുക്ക് നോക്കാം. റെഡ് കളർ പോലെ ഒരു ക്യൂബ് ചെറിയൊരു പീസ് ഉണ്ടോ, ആരും നല്ല മസാലയൊക്കെ നല്ലപോലെ നല്ല മിക്സ് ചെയ്തിട്ടുള്ള പനീർ. ഇത് സൂപ്പർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ്. മതി മതി. കറക്റ്റ് ലൈനാണ്. വെയിറ്റ് ഫോർ 3 minutes. സോ ഫൈനലി ആഫ്റ്റർ 3 minutes നമുക്ക് പനീർ ബട്ടർ മസാലയുടെ ഗതിയും ടേസ്റ്റ് എന്ന് നോക്കാം. ഓ, പനീരൊക്കെ കണ്ടാ? ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ടൊമാറ്റോ കേട്ടോ, മുളകാണ്, ചില്ലി. മസാല ഒരുപാട് കൂടി പോകാൻ ഡൗട്ട്, പക്ഷെ നേരത്തെ കഴിച്ചതിനെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. പനീർ ബട്ടർ മസാല പോലെയാണോ? അത്രയും അല്ലെങ്കിലും ഏകദേശം ഒക്കെ വരുന്നുണ്ട്. ഫുൾ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എൻ്റെ മട്ടൻ കറി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് കൊതി വന്നിട്ട് വയ്യ. സോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമേ കാണാനില്ല. ഞാൻ ഇതിൽ മട്ടൺ പീസ് ഉണ്ടായിട്ട് നോക്കി. മട്ടൺ പീസ്. ഈ സ്പൂണിൻ്റെ ഒരു വൃത്തിയായിട്ട ഡിസഡ്വാൻറ്റേജ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് മിക്സ് ചെയ്യുമ്പം ഇങ്ങനെയാവും. എന്തിട്ട് എങ്ങനെയുണ്ട്? ഗ്രേൻ ഒട്ടും കൂടുതൽ. മേ ബി എനിക്ക് അയ്യോ, ഇത് പ്ലീസ് ഡോൺ ബൈ. ഇത് എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് അറിഞ്ഞൂടാ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഫ്രഷ് ഗോട്ട് മീറ്റിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു അറിയാലോ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ആ തൊലിയിലേക്ക് ഒരു സ്മെല്ല് എനിക്ക് എന്തോ പോലെ ആവുന്നു. ആ മീറ്റിൻ്റെ സ്റ്റോളിൽ കൂടെ അടുത്ത് പോകുമ്പം ഗോട്ടൊക്കെ അടുത്തേക്കാണെങ്കിൽ ഒരു വൃത്തിയായിട്ട മണം കാണൂലേ, ഗോട്ടിൻ്റെ മണം. ആ സെയിം ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് ഞാൻ റേറ്റ് ഔട്ട് ഓഫ് 10 ഞാൻ 0 കൊടുക്കണം, ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇതിന് ഞാനൊരു 6 കൊടുക്കും തീർച്ചയായും. സോ അടുത്ത നമ്മൾ നെക്സ്റ്റ് കപ്പുമായിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്, ആൻഡ് ഇറ്റ്സ് ടാങ്കി ടൊമാറ്റോ സോസി ടൊമാറ്റോ ഫ്ലേവർ എന്ന് പറഞ്ഞാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന വീഡിയോസിൻ്റെ എല്ലാ ഒപ്പീനിയൻ നമ്മളെ ഒപ്പീനിയനാണ്. മേ ബി ചിലവർക്ക് ഇഷ്ടം വരും, ബട്ട് നമുക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മൾ കഴിച്ച ഈ ബ്രാൻഡിൻ്റെ ഈ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. എൻ്റെത് അതേ ഇറ്റാലിയൻ്റെ തന്നെയാണ്. ഇറ്റാലിയൻ ഡിലൈറ്റിൻ്റെ ഒരു കപ്പ് നൂഡിൽസ് ആണ് എൻ്റെത്. ഇതിൽ കുറേ ലീഫി വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്, നല്ല ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്.
ഇതിലെ പൊടിയില്ലേ അതും അടിപൊളിയാണ് കേട്ടോ. ഓ പ്രോൺസും ഉണ്ട്. സൗണ്ട്സ് ഗ്രേറ്റ് ഗുഡ്. നമ്മൾ ടാങ്കി ടൊമാറ്റോ സോസി ടൊമാറ്റോ ഫ്ലേവർ റെഡി ആയിരിക്കാണ്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. നല്ല മണം, മുളകിൻ്റെ മണം. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പം എൻ്റെത് കൊള്ളായിരിക്കും. കൊള്ളാം കൊള്ളാം, നല്ലൊരു ഫ്ലേവറുണ്ട്. എത്ര റേറ്റ് വരും? 7, 10 7. പിന്നെ ഇതിലൊരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു കുക്കുംബറോ എന്തോ ആണ്, ബിറ്റർ ഗോഡല്ല, കുക്കുംബറോ ആഷ് ഗോഡോ അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ കുറച്ച് ഫ്ലേവർ എടുത്തിരിക്കുന്നുണ്ട് ചിലപ്പം കഴിക്കുമ്പോൾ, അത് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് ഈ കയറ്റിൽ വെച്ച ഭേദം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ സൂപ്പി വെള്ളം കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ, അത് കൊള്ളാം. സോ ഇനി മാളുവിൻ്റെ കോണൊക്കെ നല്ല വെന്ത്. മാളു നിനക്ക് കുക്കുംബറുണ്ട്? എനിക്ക് എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഉണ്ട്. സത്യം കേട്ടോ, ഫുൾ വെജിറ്റബിൾ ആണ്. മിക്സി കോണുണ്ട്, ബീൻസ് ഉണ്ട്. കോണൊക്കെ വെച്ച് കഴിച്ചോക്കെ, മേ ബി അത് കൊള്ളായിരിക്കും. ചിലപ്പോൾ കോണൊന്നും കിട്ടുന്നില്ല. വരട്ട് കൊള്ളാമോ? കൊള്ളാമോ? എനിക്ക് മാത്രം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്ത് കിട്ടുന്നെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇതിലും എനിക്ക് 5 ഞാൻ കൊടുക്കത്തുള്ളൂ. എന്താണെന്ന് എനിക്ക് മാത്രം ഇങ്ങനത്തെ നൂഡിൽസ് കിട്ടണം. ഇഷ്ടപ്പെടാന്ന് അറിഞ്ഞൂടാ, ചിലർക്ക് ഇഷ്ടപ്പെടായിരിക്കും, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്യാവശ്യം കൊള്ളാം. ചിയേഴ്സ് ടു ദിസ്, അത്യാവശ്യം കൊള്ളാം. അടുത്ത നമ്മൾ കപ്പ് നൂഡിൽ ഏതാ നീ ചലഞ്ച് എടുക്കാൻ വേണ്ടി പോകുന്നത്? ഒട്ടും പ്രതീക്ഷയില്ലാതെ സീ ഫുഡ്. ബിക്കോസ് അതിൽ കണ്ടാൽ മനസ്സിലാവും ഷ്രിംപ്, പ്രോൺസ് അങ്ങനത്തെ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല കൊതി തോന്നണ രീതിയിൽ നല്ല പോലെ ഇട്ടിട്ടുണ്ട്. സത്യം. എൻ്റെ കുറച്ചും കൂടെ വെറൈറ്റി പേരാണ്, അത് പറയുമ്പോൾ ഒരു ഗമ വേണം. ചില്ലി 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 സൂപ്പർ ഹോട്ട് കപ്പ് നൂഡിൽസ്. സോ ഭയങ്കര ഹോട്ട് എന്നാണ് പറയുന്നത്. ചില്ലി ഇൻഫ്യൂസ്ഡ് ന്യൂഡിൽ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് മുളക് അതിൻ്റെ അകത്ത് ഒരുപാട് വാരി ഇട്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ചില്ലി നിറച്ചിട്ടിട്ടുണ്ട്. സ്മെല്ല് എല്ലാത്തിൻ്റെതും കൊള്ളാം. ഇവരിത് കുക്കുംബറാണ് ഇട്ടേക്കുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെ ഇടുകയാണെങ്കിലേ എനിക്കൊരു കാര്യം അവരോട് പറയാനുണ്ട്, ആ കുക്കുംബർ അങ്ങ് മാറ്റിനാണ് നല്ലത്. കാരണം കുക്കുംബർ ഇടണത് ആ ചില ഫ്ലേവേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, നിങ്ങൾ വെച്ചു, കുഴപ്പമൊന്നുമില്ല. സ്മെല്ല് ഒട്ടും കൊള്ളൂല. ഒരു മാറ്റ സ്മെല്ലാണ് എനിക്ക് അടിക്കണത്. സ്മെൽ ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. സോ ഇനി നമ്മൾ മാളൂരിന് ഫസ്റ്റ് നമ്മൾ തുറക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാതെ എൻ്റെ സീ ഫുഡ്. ഒട്ടും വെന്തില്ലേടി? ഇല്ല വെന്ത്. ഓ, പ്രോൺസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഹിയർ ഇറ്റ് ഈസ്, കുഞ്ഞ് പീസ് പ്രോണ്ട. എപ്പോഴത്തേയും പോലെ തന്നെ എനിക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ ഇനി മറ്റുള്ളവർക്ക് ചിലപ്പോൾ നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കിട്ടിയത് മൊത്തം ഒരു ആവറേജ് എന്ന് പറയാൻ ഒരു 5ന്റെ താഴെ വരുന്ന ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി മറ്റുള്ളവരെ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നതെന്ന് ഇത് കഴിക്കുമ്പോൾ. നിനക്ക് നല്ല മുളകാണ് കേട്ടോ, അത് ഞാൻ പറയാം. നല്ല മുളകിൻ്റെ മണം അടിക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഓ കൊള്ളാം. പക്ഷെ നല്ല ഉഗ്രനായിരിക്കും. ജോള ചിപ്പിൻ്റെ ഒരു സ്മെല്ല്. മുളകില് നമ്മൾ മുളക് കുറച്ച് കൂടുതൽ സ്പൈസി ഇട്ടിട്ട് കുറച്ച് ചോറും കൂടെ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ സെയിം ആ നല്ല മുളകിൻ്റെ ഫ്ലേവറാണ് അറിയുന്നത്. കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. സോ അടുത്ത ഞാൻ എടുത്തേക്കുന്നത് വെജി മഞ്ചാവ് സ്പൈസി വെജിറ്റബിൾ ഫ്ലേവേഴ്സ്. മസേദാർ മസാല ഡെലീഷ്യസ് മസാല ഫ്ലേവർ. മസാദാർ മസേല. വാ വാ വാ. സോ നമുക്ക് അതേപോലെയാണ്, നമുക്ക് നോക്കാം. കുറേ മുളക് കൊണ്ട് വീണ്ടും ഒരു കുക്കുംബറാണോ തൊട്ട് കഴിക്കുന്നത്? സത്യമായിട്ട് എന്താണ് ഇവർക്ക് കുക്കുംബർ ഒരുപാട് ഇഷ്ടമായിരിക്കും. അറിയില്ല ഇത് കുക്കുംബറാണോ മുളകാണോ എനിക്കറിയില്ല ഗൈസ് എന്താണെന്ന്. മാളൂന് ഇതിന് ഗ്രീൻ പീസ് ഉണ്ട്, കോണുണ്ട്. എന്റെ മസാല ഫ്ലേവർ മസേദാർ മസാല.
ഓ മൈ ഗോഡ്. മുങ്ങി മുങ്ങി കിടക്കുന്നുണ്ട്. കൊള്ളാമോ? കുഴപ്പമില്ല കുഴപ്പമില്ല. മസേദാറാണോ? മസേദാറല്ല, മകരം കുഴപ്പമില്ല. 6 വരെ പോകുന്ന ഒരു റേറ്റിംഗ് ഉള്ള ഒരു മസേദാർ ന്യൂഡിൽസ്. മസേദാർ ന്യൂഡിൽസ് 6. അപ്പൊ ഇനി അടുത്തത് കുർക്കുറയുടെ മറ്റേ മസാല ടേസ്റ്റ് ഇല്ലേ? ഓ അത് ആ ടേസ്റ്റ്. ഇനി എന്റേത് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട ഒരു ന്യൂഡിൽ, മച്ചാവ് ന്യൂഡിൽസ്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ല, അതാണ് ആദ്യത്തെ സത്യം. ഓക്കെ ഓക്കെ റേറ്റിംഗ് എത്ര? 6. എൻ്റെ റേറ്റിംഗ് 6 കൊടുക്കും. കാരണം ഞാൻ നേരത്തെ കഴിച്ച ലെക്ക, അത് നേരത്തെ കൊള്ളാന്ന് പറഞ്ഞാൽ 2 അല്ല, അതിന് മുന്നേ മാഗിയും ഒരു മട്ടനൊക്കെ കഴിച്ചല്ലോ, അതിനേക്കാളൊക്കെ ഇത് ഭേദമുണ്ട്. അതുകൊണ്ടൊരു 6 കൊടുക്കാം. അത്യാവശ്യം കൊള്ളാമല്ല, കുഴപ്പമില്ല, ബട്ട് ഓക്കെ, കഴിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. സോ അടുത്ത മാളൂൻ്റെയാണ്. സ്പൈസി ചിക്കൻ ചങ്കി ന്യൂഡിൽസ്. എങ്ങനെയാവുന്ന അറിഞ്ഞൂടാ. ഓ ചിക്കൻ കണ്ട, ചിക്കൻ പീസസ് ഫ്രണ്ട് തന്നെ ഉണ്ട്. മണത്തൊക്കെ സ്മെല് ചെയ്തൊക്കെ ഒരു രീതിയിലത്തൊരു മണമെന്ന് എനിക്ക് പറഞ്ഞത്. ഇനി ഹോട്ട് വാട്ടർ. ചിക്കൻ ചിക്കൻ കണ്ട പൊടിഞ്ഞു പോകുന്നു ഗൈസ്. രത്തൻ ടാറ്റ പ്രോഡക്റ്റ് ഗൈസ്. സ്വയം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര എന്നാണ് എൻ്റെ പ്രതീക്ഷ മൊത്തം ഇതിൽ കൊടുത്തിരിക്കുകയാണ്. എനിക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. സോ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. മൈക്രോ ഓവൻ ഉള്ളവർക്ക് മൈക്രോ ഓവനിൽ 60 സെക്കൻഡ്സ് ഇത് ഹീറ്റപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. കവറാകില്ല, ഇത് നമ്മൾ തുറക്കണം. അപ്പം ഞാൻ ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രൈ. പലവട്ടവും ആഗ്രഹിച്ചതാണ് ഇത് കഴിക്കണമെന്ന്. വാവ്, സർപ്രൈസ്. ഇത് ആക്ച്വലി ഒരു ബൗളാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ബൗൾ. ഒന്നെങ്കിൽ മൈക്രോ ഓവൻ ഉള്ളവർക്കാണെങ്കിൽ മൈക്രോ ഓവനിൽ വെക്കാം. 60 സെക്കൻഡ്സ് നിങ്ങൾ കുക്ക് ചെയ്താൽ മാത്രം മതി. ഇല്ലാത്തവരെ ടെൻഷൻ അടിക്കേണ്ട, അതും നമ്മളെ രത്തൻ സാർ സോൾവ് ചെയ്തിട്ടുണ്ട്. സിംപ്ലി സ്റ്റൗ കത്തിക്കുക, ഒരു പാൻ ഹീറ്റ് ചെയ്യുക, കുറേ ചൂടുവെള്ളം ഒഴിക്കണം, ഇതിലങ്ങ് മുക്കിയിടണം. 4 മിനിറ്റ്സ് തിളപ്പിക്കുക. അവർ ടാറ്റ പ്രോഡക്റ്റ് ഇറ്റ്സ് റെഡി. ഹോട്ട് ആൻഡ് സ്പൈസി Szechuan noodle is ready to eat. Wow, I'm impressed. Packaging is so super കേട്ടോ. ക്വാളിറ്റി, മെയിൻ ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ആയിട്ടുള്ള സ്പൂൺ കിട്ടിയിരിക്കുകയാണ്. ക്വാളിറ്റി ആയിട്ടുള്ള സ്പൂൺ. ആൻഡ് one tissue to wipe. ഫ്രണ്ടിൽ ഡയറക്ഷൻസ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്രോവേവ് ആണെങ്കിൽ ഇതും, അല്ലാതെ സ്റ്റൗ ആണെങ്കിൽ ഇതും. സോ നിങ്ങൾക്ക് ഡയറക്ഷൻ വൈസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോ ഓവൻ മെത്തേഡാണ്. ബിക്കോസ് ഐ ഹാവ് മൈക്രോ ഓവൻ ഇൻ മൈ ഹൗസ്, സോ ഐ ആം യൂസിങ് ഇറ്റ്. സോ ഞാൻ മൈക്രോ ഓവനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം പറയുന്നത് ഷേക്ക് ദ പാക്ക് വെൽ. ഷേക്ക് ഇറ്റ്. സൈഡ് വരെ നമ്മൾ ഇടാൻ പാടില്ല ഗൈസ്. ഓക്കെ, പീൽ ഓപ്പൺ ദ ട്രേ, കവർ സ്ലൈറ്റ്ലി, ഡു നോട്ട് റിമൂവ് ഫുള്ളി. ഓ അങ്ങനെയുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റൂല, കുറച്ചൊന്ന്. സോ ഇത്രയും കുറച്ച് ഭാഗം ഒന്ന് കണ്ടാൽ മനസ്സിലാവും. നല്ല യമ്മി ആയിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി യമ്മി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കഴിക്കാൻ, ആ ഗ്രേവി എല്ലാം. സോ ഇത്രയും കുറച്ച് തുറന്നാൽ മാത്രം മതി. എന്നിട്ട് ഇനി മൈക്രോ ഓവനിൽ 60 സെക്കൻഡ്സ് നമുക്ക് ഹീറ്റ് ചെയ്യണം. സോ ഇതാ നമ്മളിതാ 16 സെക്കൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാ മാളുവിൻ്റെ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. മാളു ഓപ്പൺ ചെയ്തു. സ്പൈസി ചങ്കി ന്യൂഡിൽസ്. ഓ ചിക്കനൊക്കെ താണ്ട് എനിക്ക് തോന്നുന്നു ചിക്കൻ കഴിച്ചു. ഓക്കെ, ചിക്കൻ കൊള്ളാം. ആണോ? ചിക്കൻ കൊള്ളാം. ഇപ്പം ഞാൻ ചിക്കൻ ലവർ ആയിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ചിലപ്പം അല്ല കഴിച്ച ചേച്ചി വന്നപ്പോൾ എനിക്ക് മിക്കവാറും ഇതൊക്കെ നല്ല ടേസ്റ്റ് തോന്നുന്നതായിരിക്കും. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, കൊള്ളാം. റൈറ്റ്, 6 കൊടുക്കാനുള്ളൂ ഞാൻ. സോ ഫൈനലി ഗൈസ്, നമ്മൾ കപ്പ് നൂഡിൽസ് എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ?
ഓവറോൾ റേറ്റ് നിങ്ങൾക്ക് കണ്ടതാണ്. ഓവറോൾ റേറ്റിംഗ് പറയാൻ പറ്റില്ല, പക്ഷെ അഭിപ്രായം വേണമെങ്കിൽ ഞാൻ പറയാം. നമ്മളെ ഒപ്പീനിയൻ കപ്പ് നൂഡിൽസ് വാങ്ങാതെ ഇരിക്കാനാണ് നല്ലത്. അഫ്കോഴ്സ് നമ്മളെ ഒപ്പീനിയനാണ് കേട്ടോ. കാരണം അതിനെക്കാട്ടിലും പാക്കറ്റ് നൂഡിൽസ് ഇപ്പം ഈ മാഗി അതൊക്കെ അത്യാവശ്യം കൊള്ളാം. കപ്പ് നൂഡിൽസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അത് മണി വർത്തിച്ചില്ല. കാരണം നമ്മൾ വെറുതെ ഒരു കപ്പ് നൂഡിലിന് എനിക്ക് തോന്നുന്നു 50 റുപ്പീസാണ്. ഇപ്പോൾ 50 റുപ്പീസ് ചില സ്മോൾ പാക്കറ്റൊക്കെ ആണെങ്കിൽ 35. സോ നിങ്ങൾക്കത് കഴിച്ചാൽ എന്താണെന്ന് അറിയണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ബൈ ഇറ്റ് ആൻഡ് ഈറ്റ് ഇറ്റ്. ബട്ട് അല്ലാത്തവർ ആണ് നമ്മളെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും, ബിഗ് നോ ടു ദം. യെസ് നോ. കാരണം അത് വെറുതെ മണി കളയുന്നതെന്നേ എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ. ബട്ട് ഇതേപോലെയാണ് ഇൻ്റർനാഷണൽ നൂഡിൽസ് ഒരു കപ്പ് നൂഡിൽസ് നമുക്കറിയില്ല. ബട്ട് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എല്ലാ ബ്രാൻഡും വന്നിട്ടില്ല. ഐ തിങ്ക് നിസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, നിസിൻ ആണ് കൊണ്ടുവന്നത്. ആകെ ഒരു മാഗിയുടെ ഉണ്ട്, മാഗി 2 ഉണ്ട്, ബാക്കിയെല്ലാം നിസിൻ. യെസ്, അതാണ് കൊണ്ടുവന്നത്. സോ 2 മാഗിയും ബാക്കിയെല്ലാം നിസിൻ ബ്രാൻഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു അവർ ഒപ്പീനിയൻ ഡോണ്ട് ബൈ ദം ബിക്കോസ് മണി വർത്തിട്ടല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അതിനേക്കാൾ നിങ്ങൾക്ക് പാക്കറ്റ് നൂഡിൽസ് തന്നെ ഏറ്റവും ബെസ്റ്റ്. സോ ഞാൻ കുറേ സ്പീച്ച് പോണേക്കാട്ടിലും കാത്തിരുന്ന നിമിഷം യെസ് നമ്മൾ ടാറ്റ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, ക്വാളിറ്റി മുഖ്യം ബീലേ. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് 100 റുപ്പീസാണ്. ബട്ട് 100 റുപ്പീസിൽ സ്പൂൺ നല്ല ക്വാളിറ്റി സ്പൂൺ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഈ സ്പൂൺ ഉണ്ടല്ലോ, ഈ ഫോക്ക് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഇതിന്. ഓക്കെ, ടേസ്റ്റിംഗ് ടൈം. ഗോബി മഞ്ചൂരിയാണോ എന്തോ ചിക്കനാ സോയ ആയിരിക്കും, സോയ ചങ്ക്സ് ഐ തിങ്ക്. അല്ല, സ്വീറ്റ് കോൺ. സത്യം പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഗി ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. കൊള്ളാം ബട്ട് കുറച്ച് പുളിപ്പോ സംതിങ് ലൈക്ക് ജിഞ്ചർ ഗാർലിക് ആൻഡ് എന്തോ ഒരു പുളിപ്പൊന്നും എടുത്തിരിക്കുന്നുണ്ട്. ബട്ട് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ടാറ്റ ഹോട്ട് സ്പൈസ്. ഐ തിങ്ക് എന്താണെന്ന് എനിക്ക് അറിയൂടാ. ഹോട്ട് ആൻഡ് സ്പൈസ് വെജ് സ്വിഷ്വാൻ നൂഡിൽസ് ഇസ് ദ ബെസ്റ്റ്. നമ്മൾ ഈ വീഡിയോ ചെയ്തതിൽ കാരണം അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ. പുളിപ്പുണ്ട്, ദാറ്റ് ആ ഒരു സോർ ടേസ്റ്റ് ഉണ്ട്, കുറച്ച് സോർ ടേസ്റ്റ് ആണ്. ബട്ട് ആക്ച്വലി കഴിക്കാൻ പറ്റും. ആൻഡ് 100ൽ വർത്തിട്ടാണെന്ന് ചോദിച്ചാൽ വർത്തിട്ടാണ്. എന്തുകൊണ്ട് വർത്തിട്ടാണ്? കാരണം ആ 50 റുപ്പീസ് മുടക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അഫ്കോഴ്സ് ഇതിനൊരു 100 റുപ്പീസ് മുടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അതുവരെ ഉള്ളൂ നമ്മൾ. ഇതിന് റേറ്റിംഗ് ഞാൻ ഒരു 10ൽ ഒരു 8 ബിക്കോസ് 2 മാർക്ക് ഞാൻ പുളിപ്പിന് വേണ്ടി ക്യാൻസൽ ചെയ്തിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ റേറ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കും. സോ അതുവരെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ആദി സൈനിങ് ഓഫ്. അഞ്ജന, ബൈ ബൈ, ടാറ്റ, സീ യു.